വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊരട്ടിപ്പള്ളിയിലെത്തി. കൊരട്ടിമുത്തിക്ക് പഴങ്ങളും പട്ടുമായാണ് സുരേഷ് ഗോപി എത്തിയത്. ലോകസഭയിൽ വഖഫ് ബില്ല് പാസ്സാക്കിയതിന്റെ വലിയ സന്തോഷം അത് പങ്കുവയ്ക്കാൻ കൊരട്ടിമുത്തിയുടെ നടയിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം നേടിപ്പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന് അനുഗ്രഹം നേടി അമ്മയുടെ രൂപവുമായിട്ട് നേരെ ചെന്ന് മുനമ്പത്ത് സമരത്തിലിരിക്കുന്നവർക്ക് ആ രൂപം സമർപ്പിച്ചു. ആ രൂപപ്പന്തലിൽ വെച്ച് തിരിച്ചുപോയി. അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, ഇവിടെ തിരിച്ചു വന്ന് ഈ അമ്മയുടെ നടയിൽ ഇതെന്ന് നേടുന്നോ എന്ന് അവർക്ക് അവകാശം നേടിക്കൊടുക്കുന്ന തിരിച്ചു വരുമെന്ന്. ആ അവകാശം നേടിക്കൊടുത്ത് തിരിച്ച് അമ്മയുടെ അടുക്കൽ വന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ച് വീണ്ടും അമ്മയോട് നന്ദി പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഈ കൊരട്ടി ഇടവക, കൊരട്ടി പ്രദേശം, ഈ കൊരട്ടിയിലെ എല്ലാവരുടെയും സംഘടനകളോ ഒന്നും നോക്കാനില്ല. ജാതി മതഭേദമന്യേ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കാൻ ഉറക്കമൊഴിച്ച് ഈ നേരം വരെ അധ്വാനിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ എല്ലാവരുടെയും MP ആയ മന്ത്രിയായ സുരേഷ് ഗോപി സാറിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, ഇപ്പോൾ വികാരി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും എത്തി, ഈ വിഷയത്തിൽ തന്നെ എത്തി, അതിനുശേഷം ഇപ്പോൾ അത് പാസ്സായതിന്റെ നന്ദി സൂചകം എന്ന തരത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അനുജ, തീർച്ചയായും ഈ മുനമ്പം സമരം ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് സുരേഷ് ഗോപി മുനമ്പത്തേക്ക് ആദ്യം എത്തുന്ന ഘട്ടത്തിൽ കൊരട്ടിപ്പള്ളിയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷമായിരുന്നു അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്, മുനമ്പത്തേക്ക് യാത്ര തിരിക്കുന്നത്. അന്ന് ഈ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിച്ചത് പാസ്സാകുകയാണെങ്കിൽ താൻ മടങ്ങിയെത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ബില്ല് പാസ്സാക്കിയതിനു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപി നേരെ കൊരട്ടിപ്പള്ളിയിലെത്തിയത്. പള്ളിയിലെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറയുന്നത് അവിടെ ഈ പൂവൻകുല സമർപ്പിക്കലാണ്. ഈ പൂവൻകുലയും മധുരപലഹാരങ്ങളും അടക്കം സമർപ്പിച്ച് കൊരട്ടിമുത്തിക്ക് മുൻപിൽ പ്രാർത്ഥന അർപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. അനുജ, കൊരട്ടിപ്പള്ളിയിലേക്ക് വീണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതിനു ശേഷം നേർച്ച നിറവേറ്റുന്നതിന് കൂടി വേണ്ടിയാണ് കൊരട്ടിപ്പള്ളിയിലേക്ക് സുരേഷ് ഗോപി എത്തിയത്.